വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ പ്രഭാതത്തിലെ നമ്മുടെ വായനഭാഗം യിരെമ്യാ പ്രവചനം 17 മുതൽ 20 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 13-ാം വാക്യം. അവർക്ക് അപ്പോസ്തലന്മാർ എന്നും പേർ വിളിച്ചു. യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരിൽ അധികം അറിയപ്പെടാത്ത ശിഷ്യനാണ് യാക്കോബ്. അൽഫായുടെ മകൻ യാക്കോബ് എന്ന അപ്പോസ്തലന്മാരുടെ പട്ടികയിൽ പേരുള്ളതല്ലാതെ യാക്കോബിനെ കുറിച്ച് മറ്റു വിവരങ്ങളൊന്നും നമുക്ക് ലഭിക്കുന്നില്ല. ഇദ്ദേഹത്തെ ചെറിയ യാക്കോബ് എന്നും പേർ വിളിച്ചിരുന്നു. അപ്പോസ്തലനായ മത്തായിയും അൽഫായുടെ മകനായിരുന്നു. അതിനാൽ മത്തായിയും ചെറിയ യാക്കോബും സഹോദരന്മാരായിരുന്നുവെന്നും കരുതപ്പെടുന്നു. അപ്പോസ്തല സംഘത്തിൽ 2 യാക്കോബ് ഉള്ളതിനാൽ വേർതിരിച്ചറിയുവാനായിരിക്കാം ചെറിയ യാക്കോബ് എന്ന് വിളിച്ചു വന്നത്. വളർച്ചയിൽ ചെറിയവനായതിനാലും ഇങ്ങനെ വിളിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. ഈ പ്രഭാതത്തിൽ യാക്കോബിൻ്റെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഒന്നാമതായിട്ട് കുടുംബ പശ്ചാത്തലവും ദൈവിക വിളിയും. ചെറിയ യാക്കോബിൻ്റെ പിതാവ് അൽഫായും മാതാവ് മറിയയും ആയിരുന്നു എന്നും കാണുന്നു. മത്തായിയെ കൂടാതെ യാക്കോബിൻ്റെ സഹോദരനായ ഒരാൾ കൂടെ അപ്പോസ്തല സംഘത്തിൽ ഉണ്ടായിരുന്നതായി കരുതുന്നു. അത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 16-ൽ പറയുന്ന യൂദ ആയിരുന്നു. അങ്ങനെയെങ്കിൽ ഒരു കുടുംബത്തിൽ നിന്നും 3 പേർ കർത്താവിനെ അനുഗമിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൻ അൽഫായും അമ്മ മറിയയും കർത്താവിനെ വിശ്വസിക്കുകയും ആഴമായി സ്നേഹിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായിരുന്നു ചെറിയ യാക്കോബിൻ്റേത്. മറ്റു ശിഷ്യന്മാരെ യേശു വിളിച്ചതുപോലെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും നിർണായക ഘട്ടത്തിലായിരിക്കാം യേശു യാക്കോബിനെയും വിളിച്ചത്. അങ്ങനെ ജീവിതത്തിൻ്റെ സ്വാർത്ഥമായ ലക്ഷ്യങ്ങളെ മാറ്റിയതിനു ശേഷമായിരിക്കാം യേശുവിനെ യാക്കോബ് അനുഗമിച്ചത്. തൻ്റെ സഹോദരനായ മത്തായി യേശു കർത്താവിനെ സ്വീകരിക്കുകയും മാനസാന്തരപ്പെട്ട് വീട്ടിൽ വലിയ വിരുന്നൊരുക്കുകയും ചെയ്ത സംഭവം ചെറിയ യാക്കോബിനെയും സ്വാധീനിച്ചു കാണും. മത്തായിയിൽ ഉണ്ടായ മാറ്റവും അവന് ലഭിച്ച സന്തോഷവും യേശുവിനോട് താല്പര്യം തോന്നുവാൻ യാക്കോബിനെയും പ്രേരിപ്പിച്ചിരിക്കാം. അങ്ങനെ വിശുദ്ധ യാക്കോബിനും യേശു കർത്താവിൻ്റെ ഒരു അപ്പോസ്തലനാകുവാൻ ഭാഗ്യം ലഭിച്ചു. മറ്റു ശിഷ്യന്മാരെ പോലെ യേശു യാക്കോബിനെയും ദൈവരാജ്യത്തിൻ്റെ പ്രമാണങ്ങളും ജീവിത ശൈലിയും പഠിപ്പിച്ചു. അങ്ങനെ അദ്ദേഹം യേശുവിനൊപ്പം ജീവിച്ച യേശുവിൻ്റെ അത്ഭുതങ്ങൾക്കും വീര്യപ്രവൃത്തികൾക്കും സാക്ഷിയായി തീരുന്നു. യേശു കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനും സ്വർഗ ആരോഹണത്തിനും സാക്ഷ്യം വഹിക്കുകയും കർത്താവിൻ്റെ വിശ്വസ്ത അപ്പോസ്തലനായി മാറുകയും ചെയ്തു. രണ്ടാമതായിട്ട് അപ്പോസ്തലൻ്റെ പ്രവർത്തനങ്ങളും രക്തസാക്ഷിത്വവും. പുരാതന സഭയുടെ പാരമ്പര്യമനുസരിച്ച് യെരുശലേമിലും പേർഷ്യയിലുമാണ് യാക്കോബ് അപ്പോസ്തലൻ സുവിശേഷ ദൗത്യം നിർവഹിച്ചത്. എന്നാൽ ആധുനിക ചരിത്രകാരന്മാർ യാക്കോബ് സിറിയയിലെ ആദ്യ മെത്രാനായിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോസ്തലൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അധിക വിവരങ്ങളൊന്നും തന്നെ നമുക്ക് ലഭ്യമല്ല. എന്നാൽ ഈ അപ്പോസ്തലൻ്റെ ജീവചരിത്രവും ആരും രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് കാണുന്നു. അതിനാൽ തന്നെ ഈ അപ്പോസ്തലൻ അറിയപ്പെടാത്തവരുടെയും പേരില്ലാത്ത രക്തസാക്ഷികളുടെയും പ്രതിനിധിയായി കരുതപ്പെടുന്നു. രക്തസാക്ഷിത്വത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങൾ ഇന്നും നിലനിൽക്കുന്നു. യെരുശലേമിൽ വെച്ച് കല്ലേറുകൊണ്ട് കൊല്ലപ്പെട്ടു എന്നും അതല്ല മറിച്ച് ഈർച്ചവാളിനാൽ അഥവാ കൈവാൾ കൊണ്ട് ശരീരം 2ആയി പിളർന്നു കൊലപ്പെടുത്തിയതായും പേർഷ്യയിൽ വച്ച് ശത്രുക്കൾ അദ്ദേഹത്തെ ക്രൂശിൽ തറച്ച് കൊലപ്പെടുത്തിയതായും പറയപ്പെടുന്നു. യാക്കോബ് ശ്ലീഹായുടെ അപ്പോസ്തല ചിഹ്നം ഷീൽഡിലെ ഈർച്ചവാൾ അഥവാ കൈവാൾ ആണ്. അറിയപ്പെടാത്തവനായും ചെറിയവനായും ഇരിക്കുവാൻ മനസ്സുണ്ടായിരുന്ന ചെറിയ യാക്കോബ് സമർപ്പണത്തിൻ്റെയും നിസ്വാർത്ഥതയുടെയും മാതൃകയും പ്രതീകവുമാണ്. പ്രിയമുള്ളവരെ, ഈ മാതൃകകൾ നമുക്കും പിന്തുടരാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നിസ്വാർത്ഥമായ സേവനം കാഴ്ചവെക്കുവാൻ ഞങ്ങളെയും ഇടയാക്കണമേ. ആമേൻ.